പറഞ്ഞാൽ ട്രെയിലറിലും ഇതൊക്കെ കണ്ട പോലെ ആ ഒരു മുൻ വിജയ് പടങ്ങളുടെ അത്ര ഒരു ഇതുണ്ടായില്ല. മെയിനായിട്ട് പറയേണ്ടത് യുവാൻ ശങ്കർ രാജയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതിനെ ആ ഒരു ഉദ്ദേശിച്ച ലെവലിലേക്ക് വന്നില്ല. പക്ഷേ അവസാനത്തെ ഒരു സ്റ്റേഡിയത്തിൽ കാണിക്കുന്ന ഒരു ക്ലൈമാക്സ് പോർഷൻ ഉണ്ട്, ലാസ്റ്റ് 30 മിനിറ്റ്, അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിജയ് ചെറുപ്പമായിട്ട് കാണിക്കുന്ന ആൻറ്റി ഏജിങ് ഒക്കെ കാണിച്ചതൊക്കെ അതൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഏറ്റവും വലിയ പോരായ്മ ഈ പടത്തിനുള്ളൊരു BGM, നമുക്കൊരു ഗൂസ് ബംസ് ഇറങ്ങുന്ന മൊമെൻറ്റിൽ പോലും BGM വളരെ ഒരു കോൾഡായ രീതിയിൽ പോലെ തോന്നി. ഒരു സാധാരണ ഒരു ആക്ഷൻ എൻ്റർടൈനർ, ലെങ്ത്തും വളരെ കൂടിയതും പടത്തിനൊരു നെഗറ്റീവ് ഫീൽ ഉണ്ടാവാനാണ് ചാൻസ്. മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു ഫാൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സാധാരണ വിജയ് ചിത്രം എന്നല്ലാതെ ഗോട്ട് ഒരു പ്രത്യേകതയൊന്നും ഉണ്ടായില്ല. പടം അതായത് ഗോട്ട് എനിക്കൊരു വൺ ടൈം വാച്ചബിൾ മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം എന്ന് പറഞ്ഞാൽ ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ BGM ഒക്കെ ചെയ്തിരിക്കുന്നത് നല്ല കിട്ടുന്നതാണ്. പക്ഷേ അതേപോലെ തന്നെ BGM മാത്രമേ അല്ല, സൗണ്ടും കൊള്ളാം. പക്ഷേ ഈ പടത്തിൽ മെയിനായിട്ട് ഒരു 3 പാട്ടുകൾ വരുന്നുണ്ട്. ആ 3 പാട്ടുകൾ പ്ലേസ് ചെയ്തിരിക്കണ അതായത് സന്ദർഭമായിട്ട് ഒട്ടും മാച്ച് ആവാത്ത ഒരു രീതിയിൽ എനിക്ക് തോന്നിയിരുന്നു. ആ ഒരു ഇത് എനിക്ക് തോന്നി. എന്തായാലും ഒരു വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. 1000 കോടി അടിക്കോ? 1000 കോടിക്കൊന്നും ഇല്ല, ഉള്ളപ്പോൾ ഒരു ഇതില്ല. എന്തായാലും വിജയ് ആയാലും മൂന്നാല് വിജയ് വരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ അതിൽ ഒരു സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിയൊക്കെ തിയേറ്ററിൽ കാണാം. അത്ര ഒരു വൺ ടൈം വാച്ച് വിജയ് ആരാധകർക്ക് പറ്റിയൊരു മൂവി. പിന്നെ ഫാൻ ബേസിന് നല്ലൊരു പടം. പിന്നെ അവസാനമൊക്കെ ഒരു ക്യാമിയോ റോളും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഒരു കൊള്ളാം എന്ന് വെച്ചാൽ ലിയോയുടെ ഒരു ഹൈപ്പ് എനിക്ക് കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഞാൻ പറയാം, ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം നല്ല വേർത്തി സീൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ BGM അല്ലെങ്കിൽ ഒരു ഫീല് വരേണ്ട, നമുക്ക് ഒരു നല്ല അടിപൊളി മാസ് സീൻസൊക്കെ ഉണ്ട്. അതിനകത്തൊരു BGM, ഇത് ആരുടെ അതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തത്? മ്യൂസിക് ഡയറക്ടർ നല്ല അടിപൊളി സീനാണ്. പക്ഷേ അവിടെയൊക്കെ മ്യൂട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്നുമില്ല. പിന്നെ 2 വിജയമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ അഴകിയ തമിഴ്മല പോലെയൊക്കെ കുറച്ച് സീൻസൊക്കെ ഉണ്ട്. അതിനകത്തെ കുറച്ച് കഥ. പിന്നെ ക്ലൈമാക്സ് ബഡേമിയ ചോട്ടമിയൊക്കെ വരുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. മൊത്തത്തിൽ മുടിയില്ലേ, ഒത്തില്ല അതെന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരു വിജയ് ഫാൻ എന്ന നിലയിലും ആക്സെപ്റ്റ് பண்ண முடியல. പിന്നെ ക്ലോണിങ് അല്ല, അത് പറഞ്ഞ DAGing, അത് ചില സീൻസ് നല്ല രസമുണ്ട്, ചില സീൻസ് നല്ല ബോറായിട്ടുണ്ട്. പിന്നെ മെട്രോയിലൂടെ സ്റ്റേഡിയത്തിൻ്റെ മുകളിലൂടെയൊക്കെ ബൈക്ക് ഓടിക്കുന്നത് ഇല്ല. പടം അടുത്ത ഷോ ടിക്കറ്റ് കിട്ടിയില്ല. ഞാൻ പാലക്കാട് നിന്ന്. അന്ന് വിജയിനെ പോയി കാണാൻ അന്ന് പോയി കണ്ടിരുന്നു. അന്ന് ഇപ്പോൾ സംസാരിക്കൊന്നും പറ്റിയില്ല, ഭയങ്കര ക്രൗഡായിരുന്നു. ഇന്നിപ്പോൾ മുട്ടായി കൊടുക്കലും കേക്ക് മുറിയുണ്ട്. പ്രാവശ്യം എന്തായാലും വിജയ് സാറിന് കാണും, കൂടെ അഭിനയിക്കും. 1000 കോടി അടിക്കോ? 1000 കോടി അതിന്റെ മേലെ പോകും. എന്തായാലും പടം അടിപൊളിയാവും. എൻജോയ് ചെയ്തോ?